കാത്തുകാത്തിരുന്ന് ഒടുവിൽ ബലൂചിസ്ഥാൻ സ്വതന്ത്രമാവുകയാണ്. അപ്പോൾ ഇത്രയും നാള് ഇപ്പം പൊട്ടിപ്പുറപ്പെടും എന്ന് പറഞ്ഞിരുന്ന സംഘർഷം, അതിന് സമാനമായ സാഹചര്യം ഇതെല്ലാം ഇപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞു. ഇനി സ്വതന്ത്രമായ ഒരു രാജ്യമായിട്ട് ബലൂചിസ്ഥാൻ മാറുന്നു. പാകിസ്ഥാൻ അപ്പോഴും ആരോപണമായിട്ട് വരും ഇതിൻ്റെ പിന്നിൽ കളിച്ചത് ഇന്ത്യയാണ്. എന്തായിരിക്കും സാർ സംഭവിക്കുക? അതായത് ബലൂചിസ്ഥാൻ്റെ വക്താവ് മിർയാർ ബലൂച്ച് ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബലൂചിസ്ഥാൻ സ്വതന്ത്രമായി എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടേതായ കൊടി, കറൻസി തുടങ്ങിയ കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. ദേശീയ ഗാനവും ആയിട്ടുണ്ട് ബലൂചിസ്ഥാന്. അപ്പോൾ ദശകങ്ങൾ നീണ്ട ഹിംസ, മനുഷ്യാവകാശ ലംഘനങ്ങൾ, ആളുകൾ ഇടയ്ക്കിടയ്ക്ക് അപ്രത്യക്ഷമാകൽ, ഇതിനൊക്കെ അറുതി വരികയാണ് എന്ന് അദ്ദേഹം പറയുന്നു. ലോകം ഇനി മൗനം പാലിക്കരുത് എന്നും ലോകത്തിനോട് അപേക്ഷയുണ്ട്. ഇന്ത്യ ഞങ്ങളെ പിന്തുണയ്ക്കണം എന്നൊരു അപേക്ഷയും അവർക്കുണ്ട്. ഞങ്ങളുടെ ദേശീയ തീരുമാനമാണ് ഇത്, ബലൂചിസ്ഥാൻ സ്വതന്ത്രമായിരിക്കുന്നു എന്നാണ് വക്താവ് പറയുന്നത്. ജനങ്ങൾ മുഴുവൻ തെരുവിൽ ഇത് ആഘോഷിക്കുകയാണ് എന്നും പറയുന്നുണ്ട്. 1947 ഓഗസ്റ്റ് 11 തന്നെ ഞങ്ങൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതായിരുന്നു എന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. പിന്നീട് പാകിസ്ഥാന്റെ അധിനിവേശം നടക്കുകയായിരുന്നു അവിടെ. അന്ന് കലാത്ത് എന്നായിരുന്നു ആ രാജ്യത്തിന്റെ പേര്. സ്വതന്ത്ര രാജ്യമായിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഈ കലാത്ത് എന്ന് പറഞ്ഞ നാട്ടുരാജ്യം, ഈ തിരുവിതാംകൂർ, കൊച്ചി എന്നൊക്കെ പറയുന്നത് പോലൊരു നാട്ടുരാജ്യമായിരുന്നു ഈ ബലൂചിസ്ഥാൻ. അന്ന് കലാത്ത് എന്നായിരുന്നു പേര്. കലാത്ത് ഖാൻ ആണ് ഭരിച്ചിരുന്നത്. അത് 1947 ഓഗസ്റ്റ് 11 സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. 7 മാസം സ്വതന്ത്ര രാജ്യമായിരുന്നു അത്. ഇന്ത്യയുമായിട്ട് തുടർച്ചയായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമല്ലാത്തത് കൊണ്ട് മാത്രമാണ് അത് ഇന്ത്യയിൽ അന്ന് ചേരാതിരുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഇങ്ങനെ ഇവിടെ നിന്ന് തുടർച്ചയായിട്ടല്ലല്ലോ, വേറെ സ്ഥലത്തല്ലേ ഇത് കിടക്കുന്നത്. അപ്പോ എന്നിട്ട് മിർയാർ ബലൂച്ച് പറയുന്നു, ഇനി പാക് അധിനിവേശ കശ്മീരിൽ നിന്നും പാക് പട്ടാളം പിരിഞ്ഞു പോകണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ എന്നാണ് സ്വതന്ത്ര രാജ്യത്തിന്റെ പേര്. 85% പ്രദേശവും സ്വതന്ത്രമാക്കി കഴിഞ്ഞു എന്ന് ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവകാശപ്പെടുന്നുണ്ട്. 15% കൂടിയേ ഇനി സ്വതന്ത്രമാകാനുള്ളൂ. ബാക്കി പ്രദേശങ്ങൾ മുഴുവൻ നിയന്ത്രണത്തിലാണ്. സ്വന്തമായി കൊടിയായി, ദേശീയ ഗാനമായി, കറൻസിയായി, ഭരണ സംവിധാനവുമായി എന്നാണ് പറയുന്നത്. അപ്പോൾ ദേശീയ ഗാനം തുടങ്ങുന്നത് മാ ചുഖേ ബലൂചനി എന്നാണ് ദേശീയ ഗാനം തുടങ്ങുന്നത്. ആദ്യ വരി അങ്ങനെയാണ്, മാ ചുഖേ ബലൂചനി എന്നാണ് ദേശീയ ഗാനം തുടങ്ങുന്നത്. അപ്പോൾ ബലൂചിസ്ഥാന്റെ കറൻസി, നമ്മളിവിടെ രൂപ എന്നൊക്കെ പറയുമല്ലോ, അവരുടെ കറൻസിയുടെ പേര് ഫാലൂസ് എന്നാണ്. FALUS, ഫാലൂസ്. പിന്നെ സ്വർണം, ചെമ്പ് ഖനികൾ ഇതൊക്കെ നിയന്ത്രണത്തിലാണ്. റോഡുകൾ ഒക്കെ നിയന്ത്രണത്തിലാണ്. കൽക്കരി ഖനികൾ നിയന്ത്രണത്തിലാണ് എന്നൊക്കെ പ്രഖ്യാപനത്തിലുണ്ട്. പാകിസ്ഥാൻ പ്രതികരിച്ചിട്ടില്ല ഇതിനോട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കലാത്ത് നാട്ടുരാജ്യം നേരത്തെ ബലൂചിസ്ഥാൻ, പിന്നീടാണ് ബലൂചിസ്ഥാൻ ആയത്. 227 ദിവസം അത് സ്വതന്ത്ര രാജ്യമായിരുന്നു. 7 മാസം. ജിന്നയ്ക്ക് ഈ തുടക്കത്തില് ബലൂചിസ്ഥാനെ, കലാത്തിനെ വേണ്ടായിരുന്നു. അതിന് കാരണം പറഞ്ഞത് അതൊരു വിജനമായ രാജ്യമാണ്, ജനങ്ങളൊക്കെ കുറവാണ്, അവിടെ മരുപ്രദേശമാണല്ലോ കൂടുതൽ, പിന്നെ ദരിദ്ര രാജ്യവുമാണ്, അത് ഭരണത്തിന് വലിയ ബാധ്യതയായിരിക്കും എന്നായിരുന്നു ജിന്നയുടെ അഭിപ്രായം. ഇന്ത്യയുമായി ചേരാനായിരുന്നു അന്ന് കലാത്തിന്റെ താല്പര്യം. പക്ഷേ കലാത്ത് സ്റ്റേറ്റ് നാഷണൽ പാർട്ടി 1945 ഓൾ ഇന്ത്യ സ്റ്റേറ്റ് പീപ്പിൾസ് കോൺഫറൻസ് അതിൽ പങ്കെടുത്തിരുന്നു. നാട്ടുരാജ്യങ്ങളുടെ സമ്മേളനം അതിൽ പങ്കെടുത്തിരുന്നു. നെഹ്റു ആയിരുന്നു ആ സമ്മേളനത്തിലെ മുഖ്യാതിഥി. അപ്പോൾ കലാത്തിലെ ഖാൻ
ഇന്ത്യയിൽ ചേരാൻ ആഗ്രഹിച്ചെങ്കിലും നെഹ്റുവും അത് നിരാകരിക്കുകയാണ് ചെയ്തത്. ആവശ്യവും അതിന് നെഹ്റു പറഞ്ഞത് ഈ ഭൂമിയുടെ തുടർച്ച ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത്. മാത്രമല്ല, അങ്ങനെ കലാത്ത് എന്ന് പറഞ്ഞ നാട്ടുരാജ്യത്തിനെ അന്ന് ഇന്ത്യ സ്വീകരിച്ചാൽ പാകിസ്ഥാനുമായിട്ട് നിരന്തരം അതിൻ്റെ പേരിൽ പോരടിക്കേണ്ടി വരും. അതും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സ്വീകരിക്കാതിരുന്നത് എന്നാണ് നെഹ്റുവിൻ്റെ വാദം. 1948 മാർച്ചിലാണ് പാകിസ്ഥാൻ പട്ടാളം കലാത്തിലേക്ക് മാർച്ച് ചെയ്ത് കലാത്ത് പരിധിയിൽ കൊണ്ടുവന്നത്, അധീനത്തിൽ കൊണ്ടുവന്നത്. അങ്ങനെ 7 മാസം സ്വതന്ത്രമായിരുന്നു കലാത്ത്. അതാണ് ഞങ്ങൾ 1947 ഓഗസ്റ്റ് 11 തന്നെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇപ്പോൾ സ്വതന്ത്രമായിരിക്കുന്നു എന്നാണ് ബലൂചിസ്ഥാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന സംഘടന തന്നെ അവിടുത്തെ ഗവൺമെൻറ് ഓഫീസിലൊക്കെ കയ്യേറുന്നു. അവിടുത്തെ പാക് പട്ടാളത്തെ, പാക് ഭരണാധികാരികളെ, സർക്കാർ ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ അവിടുന്ന് ആട്ടിപ്പായിക്കുന്നുള്ള വാർത്തകൾ വന്നു. ഇപ്പോൾ ബലൂചിസ്ഥാൻ്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുമ്പോൾ ലോകത്തിന് മുന്നിൽ പാകിസ്ഥാൻ ഒന്നാകെ നാണം കെടുന്നതിന് സമാനമായ അതായത് പാകിസ്ഥാൻ 4 കഷ്ണമാവുകയാണ് വീണ്ടും. അന്ന് ബംഗ്ലാദേശ് പോകുമ്പോൾ കിഴക്കൻ പാകിസ്ഥാൻ സത്യത്തിൽ ഈ പറഞ്ഞ തുടർച്ചയില്ലേ, ഭൂമിയുടെ തുടർച്ച, അത് കിഴക്കൻ ബംഗാളിന് ഉണ്ടായിരുന്നില്ലല്ലോ സിനിജി. ഇല്ല, 1000 കിലോമീറ്റർ അപ്പുറത്തല്ലേ ഈ പടിഞ്ഞാറൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലം. അതെ, ഇത് ബംഗാളിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമല്ലായിരുന്നോ, ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായിരുന്നു അത്. മുസ്ലിങ്ങൾ എന്നുള്ള നിലയ്ക്ക് അല്ലേ, മുസ്ലിങ്ങൾ കൂടുതലുണ്ട് എന്നുള്ള നിലയ്ക്ക് പാകിസ്ഥാനിന്റെ കൂടെ ആവശ്യമില്ലാതെ ചേർന്നൊരു പ്രദേശം മാത്രമായിരുന്നു ഈ കിഴക്കൻ, ആദ്യം കിഴക്കൻ ബംഗാൾ, പിന്നെ കിഴക്കൻ പാകിസ്ഥാൻ, പിന്നെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന സ്ഥലം. അതല്ലാതെ ഇപ്പൊ POK അന്ത്യശാസനം കൊടുത്തിരിക്കുകയാണ് മറ്റേ ഐക്യകക്ഷി അവാമി മറ്റേ സംഘടന. അപ്പോ മറ്റേ 24 മണിക്കൂർ അന്ത്യശാസനമൊക്കെ കൊടുത്ത് അതിന്റെ സമയമൊക്കെ കഴിഞ്ഞു. അപ്പം മറ്റേ പാക് അധിനിവേശ കശ്മീരിലും പാകിസ്ഥാൻ ഒഴിഞ്ഞു പോകണം എന്നുള്ള ബഹളമുണ്ട്. സിന്ധും ഉണ്ട്. അപ്പൊ അങ്ങനെ 4 സ്വതന്ത്ര രാജ്യങ്ങളായിട്ട് കഷ്ണമായിട്ട് ഇപ്പോ ബംഗ്ലാദേശ് പോയപ്പോ പകുതി പോയി. ഇനി പാകിസ്ഥാന്റെ പകുതിയാണ് ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ പാകിസ്ഥാന്റെ പകുതിയോളം വരും, ഏതാണ്ട് 45% ഭൂവിഭാഗമാണ് ഈ ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞാൽ പോകുന്നത്. ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൈന്യത്തിന് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു പ്രവിശ്യയായിട്ട് ഇത് മാറുന്നു. അത് ഖ്വാജ ആസിഫ് പാർലമെന്റിൽ പറഞ്ഞിരുന്നു. അതെ, നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല, പട്ടാളത്തിന് എല്ലാ സ്ഥലത്തും പലായനം ചെയ്യേണ്ടി വരുന്നു എന്ന് പറഞ്ഞിരുന്നു. അതൊരു പ്രതിരോധ മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വീഴ്ചയല്ലേ, കാരണം നമുക്ക് നാണക്കേടുമല്ലേ. അപ്പൊ ഈ പറയുന്ന ഭൂപ്രദേശം ഒരു പക്ഷേ ഇന്ത്യയോട് കൂടുതൽ യോജിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്ത്യയുടെ പിന്തുണ വേണമെന്ന് പറയുന്നത് ഈ മേഖലയുമായിട്ട്, അതായത് ഈ പറയുന്ന ബലൂജികൾക്ക് ഇന്ത്യയുമായിട്ട് കച്ചവടം ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് നേരത്തെ ചില സൂചനകൾ വന്നു. ഇന്ത്യ അവരുമായിട്ട് നേരിട്ടൊരു കച്ചവടത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുക എന്ന് പറയുന്നത് പാകിസ്ഥാൻ നമ്മൾ കൊടുക്കുന്ന ഒരു അടിയായിട്ടൂടെ മാറില്ല. അത് സ്വതന്ത്രമായി കഴിഞ്ഞാൽ പിന്നെ സ്വതന്ത്രമായിട്ട് വാണിജ്യമാകാമല്ലോ. പക്ഷേ നമ്മളിത് വളരെ ശ്രദ്ധിച്ച്, ഇപ്പോൾ നമ്മുടെ വിദേശകാര്യ വക്താവ് സംസാരിക്കുമ്പോൾ POK പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വൃത്തികേടാണെന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. വലിയ പ്രക്ഷോഭമാണ് അവിടെ. ഈദ്ഗാ മൈതാനത്ത് ഒരുപാട് ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട്. അതുപോലെ ബ്ലോക്കേഡ് ഉണ്ട്, ഉപരോധമുണ്ട്. പാകിസ്ഥാന്റെ ഉപരോധത്തിൽ വളഞ്ഞുകൊണ്ടിരിക്കുകയാണ് POK. അപ്പോൾ 10,90,000-ഓളം പട്ടാളക്കാര് POK ഉണ്ട് എന്നാണ് പറയുന്നത്. ഇന്ത്യ ഇടപെടുക എന്ന് പറഞ്ഞാൽ അത് വേറൊരു, ചിലപ്പോൾ യുദ്ധത്തിൽ കലാശിക്കുമോ എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ അവര് ഇന്ത്യ ഇടപെടണം, ഇനി വേറെ നിവൃത്തിയില്ല, ഞങ്ങൾ ഇന്ത്യയിൽ ചേരുകയാണെന്നൊക്കെ കഴിഞ്ഞ ദിവസം പറയുകയൊക്കെ ചെയ്തിരുന്നു. മറ്റേ അവരുടെ പ്രക്ഷോഭ നേതാവ് പറഞ്ഞിരുന്നു, ഇനി ഞങ്ങൾക്ക് വേറെ വഴിയില്ല, ഞങ്ങൾ ഇന്ത്യയുമായിട്ട് സഹകരിച്ച് പോവുകയാണ് എന്നുള്ളത്. അപ്പോൾ POKയും അതെ, ബലൂചിസ്ഥാനും അതെ, പിന്നെ ഖൈബർ പഖ്തൂൺഖ്വയും നിരന്തരമായിട്ട് വേണമെങ്കിൽ അത് 5 കഷ്ണമാകുന്നു എന്നും പറയാം.
അപ്പോൾ വേറെയും കൂടിച്ചേരലുകളൊക്കെ ഉണ്ടായി എന്നൊക്കെ വരാം. ഇതിൻ്റെ അകത്ത് ഈ അയലത്ത് ഈ ചൈനയൊക്കെ കിടക്കുന്നത് കൊണ്ട് ആണ് ഇന്ത്യ ഇത് സൂക്ഷിച്ച് മാത്രം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാത്ത പിന്തുണയൊക്കെ വേണ്ട പിന്തുണയൊക്കെ കൊടുത്താൽ മതിയല്ലോ. എന്തായാലും പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് ഈ 2 സ്ഥലങ്ങളും ഇപ്പോൾ POKയും ബലൂചിസ്ഥാനും മറ്റേ പോയി കഴിഞ്ഞു. സ്വാതന്ത്ര്യം ബലൂചിസ്ഥാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്വന്തമായി പതാക, കറൻസി, ദേശീയ ഗാനം ഇതെല്ലാം ബലൂചിസ്ഥാന് ഉണ്ടായിരിക്കുന്നു.